ഹായ്, ലാമൻ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ നമ്മുടെ 4ാമത്തെ ക്ലാസ്സാണ്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അത് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരുന്നതായിരിക്കും ഒന്നും കൂടി നന്നാവുക. ഓക്കെ, അപ്പം മൗലിക അവകാശങ്ങൾ, അതിനെ ഇംഗ്ലീഷിൽ എന്ത് പറയാം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എന്താണ് മൗലിക അവകാശങ്ങൾ? ഒരു ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭിക്കേണ്ട മൗലികമായിട്ടോ നിർബന്ധമായിട്ട് ലഭിക്കേണ്ട അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഭരണഘടനയിലെ ഭാഗം 3-ലാണ് അല്ലെങ്കിൽ പാർട്ട് 3-ലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. അനുച്ഛേദം 12 മുതൽ 35 വരെയുള്ള ഭരണഘടനാ അനുച്ഛേദം അല്ലെങ്കിൽ ഭരണഘടനാ വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിളിലാണ്, 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 3-ആണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഞാൻ പറഞ്ഞു 3-ആണ്. അനുച്ഛേദം 12 മുതൽ 35 വരെയാണ്. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. എന്താണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ മനുഷ്യാവകാശ ഭേദഗതികളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ്. അപ്പോൾ അതിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുക്കുന്നത്. ഏത് രാജ്യത്തു നിന്നാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. കുറച്ചും കൂടി ഡീപ്പായിട്ട് ചോദിക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ഇത് കടമെടുക്കുന്നത്. ഭരണഘടനയുടെ ആണിക്കല്ല, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണമുള്ള ഭരണഘടനാ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗം 3-ആണ്. ഭരണഘടനയുടെ ആണിക്കല്ല, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 3-ആണ്. മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാനും മൗലികാവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും സാധിക്കും. സ്റ്റേറ്റ്മെന്റ് ലെവൽ വരാവുന്നൊരു ക്വസ്റ്റ്യനാണ്. മൗലികാവകാശങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാം. മൗലികാവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ കേസ് ഫയൽ ചെയ്യാനും സാധിക്കും. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. നമുക്ക് എത്ര മൗലികാവകാശങ്ങളാണുള്ളത്? 6 മൗലികാവകാശങ്ങളാണുള്ളത്. ഒന്ന് സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പറയുന്നു. 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23, 24. 4 മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. 6 സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം 29, 30 ആർട്ടിക്കിളിൽ പറയുന്നു. 6 ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം 32, 35. നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത്. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. അതിൽ പറയുന്നത് അനുച്ഛേദം 14 നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും പറയുന്നു. അഥവാ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഇന്ത്യയിലുള്ള എല്ലാ പൗരനും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് പറയുന്നത് അനുച്ഛേദം 14-ആണ്. നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും. അനുച്ഛേദം 15 പറയുന്നത് വിവേചനം പാടില്ല. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരാളെയും വിഭജിക്കാൻ അല്ലെങ്കിൽ വിവേചിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15-ആണ്. അതാണ് നമ്മൾ ജാതീയപരമായി അധിക്ഷേപിക്കരുത് എന്നൊക്കെ പറയാറില്ലേ, ഇത് ആർട്ടിക്കിൾ 15-ലാണ് പറയുന്നത്. 16-ലാണ് പറയുന്നത് പൊതു നിയമങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു PSC എക്സാം, അത് എല്ലാവർക്കും ഇന്ത്യൻ പൗരന് എല്ലാവർക്കും അപേക്ഷിക്കാം അല്ലേ, എല്ലാവർക്കും ഒരേ അവസരമാണ്. അവസര സമത്വത്തെക്കുറിച്ച് പറയുന്നു. 17 അയിത്ത നിർമാർജനത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 17-ആണ്. 18 പറയുന്നത് ബഹുമതികൾ നിർത്തലാക്കുക എന്ന്.
ഇതിൽ അക്കാദമിക്, മിലിറ്ററി ഒഴികെയുള്ള ബഹുമതികൾ, അഥവാ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഓരോ രാജാക്കന്മാരും ചില പദവികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ബഹുമതികളൊക്കെ. അതൊക്കെ അനുച്ഛേദം 18 പ്രകാരം അത് നിർത്തലാക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ അക്കാഡമിക്, മിലിറ്ററി ഒഴികെയാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 19 മുതൽ 22 വരെയാണ് പറയുന്നത്. അതിൽ അനുച്ഛേദം 19 പറയുന്നത് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് ഈ വകുപ്പിൽ. അപ്പോൾ ഈ 19 എന്താ മെയിനായിട്ട് പറയുന്നത്? പ്രധാനപ്പെട്ട 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. അതിൽ 19(i) പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 19(i)(b) പറയുന്നത് നിരായുധി അഥവാ സമാധാനപരമായി ഒത്തുചേരാനുള്ള അവകാശം. സി പറയുന്നത് സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കാനുള്ള അവകാശം. ഡി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം. ഇ ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ജി ഇഷ്ടമുള്ള, എഫ് അവിടെ ഇല്ല കേട്ടോ, ഇഷ്ടമുള്ള ജോലി ചെയ്യാനും സ്വതന്ത്രമായി വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുവാൻ ഇതിലുള്ള സ്വാതന്ത്ര്യം പറയുന്നത് ജിയിലാണ് പറയുന്നത്. അഥവാ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, സിമ്പിളാണ്. 19 എന്ന് പറയുന്നത് 6 മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. അതിൽ ഞാൻ സിമ്പിൾ, ഞാൻ പറയുന്ന രീതിയിലൊന്ന് പഠിച്ചു നോക്കൂ. എ പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം. ഇതാണ് നമ്മളെ പത്രസ്വാതന്ത്ര്യവും വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടതൊക്കെ ഇതിലാണ് പെടുന്നത്. നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം. ബി എന്ന് പറയുന്നു, ഈ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സമാധാനപരമായിട്ട് ഒത്തുചേരാനുള്ള അവകാശം. അങ്ങനെ ഒത്തുചേർന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു സംഘടനകൾ, പ്രസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കും. അങ്ങനെ രൂപീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും പോകണമെങ്കിൽ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ജോലി വേണ്ടി വരും, ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവകാശം. ജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള, ഈ പറയുന്നത് താമസിക്കാനുള്ള അവകാശം. ജി പറയുന്നത് ഇഷ്ടമുള്ള ജോലി ചെയ്യാനും സ്വതന്ത്രമായിട്ട് വ്യവസായം, കച്ചവടം നടത്താനുള്ള അവകാശത്തെ, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്കെ ആർട്ടിക്കിൾ 19 പറയുന്നത് കേട്ടോ. ഇതൻ എഫ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എഫ് അവിടെ ഇല്ല, എഫ് ഇവിടെ പറയുന്നുണ്ട്. 19(i)(f) എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം 44-ാം ഭേദഗതിയിലൂടെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. അഥവാ നമുക്ക് ആദ്യം 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സ്വത്തവകാശം ഒഴിവാക്കി ഇപ്പോൾ 6 ഉള്ളൂ. അത് 44-ാം ഭേദഗതിയിലൂടെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഓക്കെ, ദെൻ വൈദേശിക കടന്നുകയറ്റമോ യുദ്ധമോ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മാത്രമേ അനുച്ഛേദം 19 ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. അഥവാ ഈ 19 ഒന്നുകൂടി പറയാം, വൈദേശിക കടന്നുകയറ്റമോ യുദ്ധമോ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മാത്രമേ അനുച്ഛേദം 19 നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്, നിരോധിക്കാൻ കഴിയുകയുള്ളൂ. അനുച്ഛേദം 20 പറയുന്നത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ചുള്ള സംരക്ഷണം. ഇതിൽ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 ഇതിന് പറയുന്നൊരു ടേമാണ് ഡബിൾ ജിയോപാഡി എന്ന് പറയും കേട്ടോ. അനുച്ഛേദം 21 പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, അപ്പോൾ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 21 മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പും എന്ന് ചോദിച്ചാലും ഏതാണ്? ആർട്ടിക്കിൾ 21 മൗലികാവകാശ സമയത്തൊക്കെ അടിയന്തരാവസ്ഥ സമയത്തൊക്കെ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാറുണ്ട്. പക്ഷെ അടിയന്തരാവസ്ഥ സമയത്തും നിലനിൽക്കുന്ന 2 വകുപ്പുകളാണ് അനുച്ഛേദം 20-ഉം 21-ഉം. ദെൻ അനുച്ഛേദം 21(a) പറയുന്നത് 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. അഥവാ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കണം പറയുന്നത് ആർട്ടിക്കിൾ 21(a) ഇത് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി 80 അഥവാ 2002 86-ാം ഭേദഗതി പ്രകാരമാണ് ആർട്ടിക്കിൾ 21(a) കൂട്ടിച്ചേർക്കുന്നത്. അതിലെന്താ പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത്. ഇത് പ്രകാരം പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26 പാർലമെൻറ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1 അടിയന്തരാവസ്ഥ
സമയങ്ങളിൽ പോലും സമ്മതിലല്ല, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ സാധിക്കാത്ത അനുച്ഛേദങ്ങൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അനുച്ഛേദം 20ഉം 21 ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ്. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ് 14, 19, 21. 14 എന്തായിരുന്നു? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. 19 എന്തായിരുന്നു? 6 സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. 21 എന്താണ്? ജീവിക്കാനുള്ള അവകാശം. അപ്പോൾ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ 14, 19, 21. അനുച്ഛേദം 22 അറസ്റ്റിലും തടങ്കിൽ വെക്കുന്നതിനുമെതിരെയുള്ള അവകാശത്തെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? 22 പറയുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനുള്ളിൽ പോലീസ് എന്ത് ചെയ്യണം? ഈ ആളെ കോടതിയിൽ ഹാജരാക്കണം. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? AKG ആണ്. AK ഗോപാലനാണ് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത്. ആരാണ്? AKG ആണ്. ഈ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്യം നിറവേറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. എന്താണ് സർവശിക്ഷ അഭിയാനിൽ അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്? എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്യം നിറവേറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതികളിലെ പ്രധാനപ്പെട്ടതാണ് ഏത്? സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. ഈ സർവശിക്ഷ അഭിയാൻ്റെ ആപ്തവാക്യം എന്താണ്? സർവരും പഠിക്കുക, സർവരും വളരുക. നല്ലൊരു ചോദ്യമാണ്. സർവശിക്ഷ അഭിയാൻ്റെ ആപ്തവാക്യം എന്താണ്? സർവരും പഠിക്കുക, സർവരും വളരുക എന്നുള്ളതാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് അടുത്തത്. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 23 പറയുന്നത് നിർബന്ധമായി തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തുന്നതിനെയും നിരോധിക്കുന്നു. അഥവാ അടിമ കച്ചവടം, മനുഷ്യക്കടത്ത്, നിർബന്ധമായി തൊഴിലെടുപ്പിക്കുക, ഇതിനൊക്കെ നിരോധിക്കുന്നത് അനുച്ഛേദം 23 അനുച്ഛേദം 24 ബാലവേല നിരോധനമാണ്. ബാലവേല നിരോധനമാണ് അനുച്ഛേദം 24 പറയുന്ന. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ 6 എടുക്കുക. 6 ഏതാ മാസം? ജൂണല്ല, 6ാമത്തെ മാസം ജൂൺ. 6ൻ്റെ ഇരട്ടി എത്ര? 12. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. 12ൻ്റെ ഇരട്ടി എത്ര? 24. അപ്പോൾ ജൂൺ 12 ബാലവേല വിരുദ്ധ നിരോധനമായിട്ട് അനുച്ഛേദം 24 ബാലവേല നിരോധനത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അടുത്താണ് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത്. 25 മുതൽ 28 വരെ. അനുച്ഛേദം 25 പറയുന്നത് മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 25 മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ മൗലികാവകാശത്തിൽ തന്നെ ഉണ്ട്. ഓരോ മതങ്ങളും പഠിപ്പിക്കുക, പ്രചരിപ്പിക്കാനൊക്കെ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. 26 പറയുന്നത് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. 27 പറയുന്നത് മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. സംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് അനുച്ഛേദം 27 28 പറയുന്നത് ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 28 എന്ന് പറയുന്നത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 28 പറയുന്നത് ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ മത ആചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് പരാമർശിക്കുന്നുണ്ട്. നല്ലൊരു ചോദ്യമാണ്. ആർട്ടിക്കിൾ 28 പറയുന്നത് ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങളോ നടത്താനോ മത ആചാരങ്ങൾ നിർബന്ധിക്കാനോ പാടില്ല എന്നെന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. അടുത്ത മൗലികാവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ് പറയുന്നത്. അതിൽ പറയുന്നത് അനുച്ഛേദം 21 പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ്. എന്താണ് ന്യൂനപക്ഷ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 6 ന്യൂനപക്ഷ വിഭാഗം അഥവാ ന്യൂനപക്ഷ വിഭാഗത്തിൽ 6 മതങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇസ്ലാം, പാഴ്സി, സിഖ്, ജൈന, ക്രിസ്ത്യൻ, ബുദ്ധ. അപ്പോൾ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇവരാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക.
IPS JCB എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു IPS കിട്ടിയ ആളെ നമ്മളിങ്ങനെ ആഘോഷിക്കുകയാണ്. അപ്പോൾ JCBയിൽ കൊണ്ടുപോയിന്ന് ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നാൽ മതി. I എന്ന് പറഞ്ഞാൽ ഇസ്ലാം, P പാഴ്സി, S സിഖ്, J ജൈന, അതുപോലെ ക്രിസ്ത്യൻ, ഇസ്ലാം, ബുദ്ധ. ഓക്കെ, 6 എണ്ണം. ഇസ്ലാം, പാഴ്സി, സിഖ്, ജൈന, ക്രിസ്ത്യൻ, ബുദ്ധ. ഇതാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അനുച്ഛേദം 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ്. 30 എന്താ പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പുവരുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 30 ആണ്. ഈ 6ാമത്തെ മൗലികാവകാശമാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്ന് പറയുന്നത്. അഥവാ ഇത്രയും അവകാശങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങാനുള്ള അവകാശമാണ് പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 മുതൽ 35 ഇത് പറയുന്നത്. അനുച്ഛേദം 32 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പാണ് ഇത്? ആർട്ടിക്കിൾ 32. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതും ഏതാണ്? ആർട്ടിക്കിൾ 12 ആണ്. ആർട്ടിക്കിൾ 32 ആണ്. 33 പറയുന്നത് മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരമുണ്ട്. മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നത് 33 ആണ്. 34 പറയുന്നത് ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരവും എന്തുണ്ട് എന്ന് പറയുന്നത് അനുച്ഛേദം 34 ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരമുണ്ടെന്ന് പറയുന്നു. 35 പറയുന്നത് ഭരണഘടന പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം. 35 പറയുന്നത് ഭരണഘടന പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച് പറയുന്നത് 35 ഈ സ്വത്തവകാശം ഞാൻ പറഞ്ഞു, മൗലികാവകാശങ്ങൾ 7 ഉണ്ടായിരുന്നു. അതിൽ 7ാമത്തെ സ്വത്തവകാശമാണ്. അത് ആർട്ടിക്കിൾ അത് എന്താണ് 44 ഭേദഗതി പ്രകാരം എടുത്തു കളഞ്ഞു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശമായിരുന്നതും നിലവിൽ നിയമാവകാശം മാത്രമായും ഭരണഘടനയിൽ ഉൾപ്പെട്ട അവകാശമാണ്. ഇപ്പോൾ മൗലിക അവകാശമല്ല എന്ത് സ്വത്തവകാശം, ഇതൊരു നിയമപരമായ അവകാശമായിട്ടാണുള്ളത്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം 1978 44 ഭേദഗതി പ്രകാരമാണ്. സ്വത്തവകാശത്തെ 44 ഭരണഘടന ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് പിന്നീട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും മൗലികാവകാശങ്ങൾ പാർട്ട് 3 വേണ്ടത്. ഇത് എവിടെയാണ് പിന്നീട് കൂട്ടിച്ചേർത്തത്? 12 കേട്ടോ. 12ാം ഭാഗത്തിലാണ് കൂട്ടിച്ചേർത്തത്. 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു വകുപ്പാണ് 300A. ഇപ്പോൾ സ്വത്തവകാശം ഒരു നിയമപരമായ അവകാശമാണ്. ആർട്ടിക്കിൾ 300A എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ അഥവാ 44ാം ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആണ്. ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രപതിയോ? നീലം സഞ്ജീവ് റെഡ്ഡി. സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്ന അനുച്ഛേദം അന്ന് എന്തായിരുന്നു? അനുച്ഛേദം 31 ആദ്യം ഇത് പറഞ്ഞത്. പിന്നെ 44ാം ഭേദഗതി 1978 ഇത് നിയമപരമായ സ്വത്തവകാശമാക്കി മാറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൗലിക അവകാശത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ എക്സാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി എക്സാം അറ്റൻഡ് ചെയ്യുക. ഈ രീതിയിൽ ഓരോ ടോപ്പിക്കും പഠിച്ച് അതിൻ്റെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഷുവറാണ് നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് ഗവൺമെൻറ് സർവീസിൽ കയറാൻ പറ്റും. അപ്പോൾ ഓരോ ടോപ്പിക്കും പഠിക്കാൻ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും ആ ടോപ്പിക്കിൻ്റെ എക്സാമുകൾ എവിടെ നിന്നാണ് ഫുള്ള് കിട്ടുക എല്ലാവരുടെയും ഡൗട്ടാണ്. അതിനുള്ള പരിഹാരമാണ് ഞങ്ങൾ ലാമൻ സൊല്യൂഷൻസ് ടോപ്പിക് എക്സാമിൻ്റെ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ വാങ്ങണം. നമ്മുടെ ലാമൻ സൊല്യൂഷൻസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ്. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.